ഹരി ഓം ശ്രീമൻ ദേവി നാരായണീയം ദശകം 9 ശ്ലോകം 8. സാദൃശ്യതേ രാഗിജനൈരദൃശ്യാ മഞ്ചേ നിഷണ്ണാ ബഹു ശക്തിയുക്ത ഏഷൈവ ദൃക്സർവമിദം ച ദൃശ്യം അഹേതുരേഷാ ഖലു സർവഹേതു. ശ്രീ മഹാദേവ്യൈ നമഃ. അന്വർത്ഥവും രാഗിജനേഹി അദൃശ്യ, രാഗികളായ ജനങ്ങൾക്ക് അദൃശ്യയായ ദൃശ്യമല്ലാത്ത സാ ആ ദേവി ബഹുശക്തിയുക്ത അനേക ശക്തികളോടുകൂടെ മഞ്ചേ നിഷണ്ണ മഞ്ചത്തിലിരിക്കുന്നവളായി ദൃശ്യതേ കാണപ്പെടുന്നു. ഏഷാ ദൃക് ഏവ ഈ ദേവി ദൃക്ക് തന്നെ. ഇതം സർവം ച ഇതൊക്കെയും ഈ ജഗത്താകെ ദൃശ്യം കാണപ്പെടുന്ന അത്രേ. ഏഷാ അഹേതു ദേവിക്ക് ഒരു കാരണവുമില്ല. സർവഹേതു ഖലു ദേവി എല്ലാത്തിനും കാരണവുമാണ്. ലളിതാർത്ഥം കേവലം ഇന്ദ്രിയ വിഷയങ്ങളിൽ മാത്രം വ്യാപരിക്കുന്നവരാണ് രാഗികൾ. അവർക്ക് ദേവിയെ ഒരിക്കലും കാണാൻ സാധിക്കുന്നില്ല. ത്രിമൂർത്തികൾക്ക് ദേവിയെ കാണാൻ സാധിച്ചു. അവരുടെ ഭാഗ്യത്തിൻ്റെ വലിപ്പമാണ് അവിടെ വന്നിരിക്കുന്നത്. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ്, രക്ഷാകർത്താവായ വിഷ്ണു, സംഹാരകർത്താവായ രുദ്രൻ, തിരോധാനകർത്താവായ ഈശ്വരൻ, ഇവരാണ് ദേവി ഇരിക്കുന്ന മഞ്ചത്തിൻ്റെ 4 കാലുകൾ. ഈ കാലുകൾക്ക് മുകളിൽ അവയെ ബന്ധിപ്പിക്കുന്ന സദാശിവ ബ്രഹ്മമാകുന്ന ഒരു പലകയുണ്ട്. അതിന്മേലാണ് ദേവി ഇരിക്കുന്നത്. അനേകം ശക്തികൾ ദേവിയുടെ സമീപത്തിൽ തന്നെ വർത്തിക്കുന്നു. ദൃക്കും ദൃശ്യവും പ്രപഞ്ചാനുഭവത്തിൽ 2 ഘടകങ്ങളുണ്ട്. ഇവയാണ് ദൃക്കും ദൃശ്യവും. ദൃക്ക് എന്നാൽ കാണുന്നവൻ അഥവാ അനുഭവിക്കുന്നവൻ. ദൃശ്യം എന്നാൽ കാണപ്പെടുന്നത് അഥവാ അനുഭവിക്കപ്പെടുന്നതെന്നർത്ഥം. പഞ്ചഭൂതാത്മകമാണ് ഈ പ്രപഞ്ചം. മഹാഭൂതങ്ങൾക്ക് അവയുടെ തന്മാത്രകളുമുണ്ട്. ഈ തന്മാത്രകളാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളായി ഭവിക്കുന്നത്. മഹാഭൂതങ്ങളുടെയും അവയുടെ തന്മാത്രകളുടെയും അവയെ അറിയുന്ന ജ്ഞാനേന്ദ്രിയങ്ങളുടെയും പട്ടികകളെന്ന് പറഞ്ഞാൽ മഹാഭൂതങ്ങൾ 5ആണ്. അത് ആകാശം, വായു, തേജസ്, ജലം, ഭൂമി. തന്മാത്രകൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ജ്ഞാനേന്ദ്രിയങ്ങൾ ശ്രോത്രം, ത്വക്ക്, കണ്ണ്, രസന, ഘ്രാണം ഇവയാണ്. സർവശക്തിയും അവിടുത്തെ ഉൽപ്പത്തി മാത്രമാണ്. ആ ദേവിയിൽ നിന്ന് ഇല്ലാത്ത ഒന്നും തന്നെ ഇല്ല. ഈ പ്രപഞ്ചം എന്നും നിലനിൽക്കുക തന്നെ ആ ദേവി ശക്തിയുടെ മഹിമ ഒന്നുകൊണ്ട് മാത്രമാണ്. സർവം ശ്രീ മഹാദേവി സമർപ്പയാമി. ഹരി ഓം.